ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ടൈമിങ്ങിൽ നമുക്ക് എങ്ങനെ ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാമെന്നുള്ളതാണ്. ഇന്ന് അതിനെ എൻ്റെ ചിന്തയിൽ തോന്നിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈമിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ സഹായകരമാകുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങളൊന്ന് വണ്ടി ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണമാകുമെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഞാൻ ഈ ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിൻറ്റ്സ് പറയാം. നമുക്ക് ഈ ഒരു റോഡിനെ 3ആയിട്ട് തരംതിരിക്കാം. അതായത് 1 നല്ല തിരക്കുള്ള റോഡ്, 2 തിരക്കില്ലാത്തൊരു സ്ട്രെയിറ്റ് റോഡ്, 3 ആവറേജ് തിരക്കുള്ള ഒരു റോഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല തിരക്കുള്ള ഒരു റോഡിൽ നമുക്ക് വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ ഒരു കാരണവശാലും നമുക്ക് എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഉദാഹരണം, ഒരു ഫസ്റ്റ് ഗിയറിലേ പോകാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. എന്നാൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വാഹനം ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആവറേജ് ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്, ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഗിയർ ഫസ്റ്റ്, സെക്കൻഡ്, മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് 3rd ഗിയർ വരെ കൊടുക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഇനി കൃത്യമായിട്ട് ഓർക്കുക. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് റോഡിൽ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ മുന്നിൽ മറ്റു വാഹനങ്ങളില്ല, തിരക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ 5 അല്ലെങ്കിൽ 6 സെക്കൻഡിനുള്ളിൽ ഓരോ ഗിയറും കൃത്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുന്നു. മറ്റു വണ്ടികളൊന്നുമില്ല. ഇതേ വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡിനുള്ളിൽ ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്തു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ വീണ്ടും മുന്നിലായിട്ട് മറ്റു വാഹനങ്ങളില്ല. വണ്ടിക്ക് ഞാൻ മൂവ്മെൻ്റ് ആക്കുന്നു. ഇതേ ഒരു 5-6 സെക്കൻഡിനുള്ളിൽ ഞാനിത് സെക്കൻഡിൽ നിന്ന് 3rd ഗിയർ കൊടുത്തു. അതായത് ഒരു 6 സെക്കൻഡാണ് നമ്മൾ ടൈം ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇതേ 3rd ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ മുന്നിൽ ഇത് ഇവിടെ ഒരു വാഹനം വന്നപ്പോഴത്തേനും നമുക്കിനി അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇവിടെ നമ്മൾ വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുത്ത് മൂവ് ആക്കിയാൽ ഒപ്പം ആ ഒരു വണ്ടിയുടെ ഒപ്പം കയറും. ഓക്കെ, ഇപ്പോൾ ആ വണ്ടി കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. ഇനി അടുത്തൊരു ഗിയറും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നോട്ടിടുന്ന അവസരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവ്മെൻറ്റ് നൽകി ഒരു 5 അല്ലെങ്കിൽ 6 സെക്കൻഡിനുള്ളിൽ അടുത്തൊരു ഗിയർ ഇടുവാനായിട്ട് ശ്രമിക്കുക. ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, വീണ്ടും കാണിക്കാം. ഇതേ വണ്ടിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ആക്കുന്നു. ഇതേ മൂവ് ആക്കി അടുത്തൊരു ഗിയർ കൊടുത്തു. ഇതേ 4th ഗിയർ കൊടുത്തു. കണ്ടില്ലേ? വീണ്ടും വണ്ടിക്കൊന്ന് മൂവ് ആക്കുന്നു, 5th ഗിയർ കൊടുക്കുന്നു. ഇത്രയും ഗിയർ ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 6 സെക്കൻഡ് ടൈമിങ്ങിലാണ് ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഇതേ 5th ഗിയറിലേക്ക് വന്നു. ഇനി ഞാൻ 5th നിന്ന് വാഹനം സ്ലോ ചെയ്ത് മെല്ലെ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുകയാണ്. കാരണം ഇവിടെ ഒരു ടേൺ എടുക്കണമായിരുന്നു. ഞാനിതേ സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇനി നിങ്ങൾ വീണ്ടും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കാണുക. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ആവറേജ് ഒരു ചെറിയൊരു തിരക്ക് വന്നു. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയറിലേ പോകാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ തന്നെ പോകുവാനായിട്ട് ശ്രമിക്കുക. ഇച്ചിരി കൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ ഇതേ ഇത്തരത്തിൽ 3rd ഗിയർ കൊടുക്കും. പക്ഷേങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബിഗിനേഴ്സിന് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള തിരക്കി പോകുന്ന സിറ്റുവേഷനിൽ തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുക. അത്യാവശ്യം തിരക്കൊക്കെ മാറി വണ്ടി കുറച്ച് മുന്നിലായിട്ടാണ് പോകുന്നതെങ്കിൽ വണ്ടിക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ആക്കുക, വീണ്ടും 3rd ഗിയർ കൊടുക്കുക. മൂവ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് ഇടവേള, ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾ ജസ്റ്റ് മൂവ് ആക്കിയിട്ട് അടുത്തൊരു ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 3rd പോകുന്നത്. മുന്നിലായിട്ട് ഇത് ഈ ഒരു വാഹനം വന്നു. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. അഡ്വാൻസ് ആയിട്ട് ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തേക്ക്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നമ്മൾ ആ മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് നിശ്ചിത സ്പേസ് ഇട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മളൊരു തിരക്കുള്ള റോഡിലേക്ക് വന്നു. ഇതേ വീണ്ടും ഞാനിത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. അഡ്വാൻസ് ആയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വാഹനം ഇതേ നല്ല തിരക്കുള്ള റോഡിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതേ ഈ വാഹനങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിലേക്ക് പോയി. ഇനി നമുക്ക് ജസ്റ്റ് ഇതേ വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. അതായത് പടപടപടാന്ന് ആ സെക്കൻഡ് പോകുന്നതിനുള്ളിൽ തന്നെ നമ്മൾ അടുത്തൊരു ഗിയർ കൊടുത്തു. വീണ്ടും വണ്ടിക്ക് ഞാനിത് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, 3rd കൊടുക്കുന്നു. ഒരു 5 സെക്കൻഡിനുള്ളിൽ അടുത്തൊരു ഗിയർ കൊടുത്തു. ഇനി വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, 4th കൊടുക്കുന്നു. കണ്ടില്ലേ?
അപ്പോൾ ഈ ഇത്രയും ടൈമിങ്ങിനുള്ളിലാണ് ഞാനിപ്പോൾ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ ആവറേജ് സ്ട്രെയിറ്റ് റോഡിലാണ് വാഹനം പോകുന്നത്. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ, തേർഡ് ഗിയർ കൊടുത്തു. കാരണം എന്താണ്, മുന്നിലായിട്ട് ഇതേ ഒരു വണ്ടി പോകുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കുറയ്ക്കാനായിട്ട് തേർഡ് കൊടുത്തത്. ഇനി ഇതേ മുന്നിലായിട്ട് ഇതേ ഇവിടെ ഒരു ബസ് സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്തു. നമുക്കിവിടെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വണ്ടി പതുക്കെ പോവുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തി റോഡ് സ്ട്രെയിറ്റായി വണ്ടിക്ക് ജസ്റ്റ് മൂവ് ആക്കി തേർഡ് ഗിയർ കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ടൈമിങ് നിങ്ങൾ ഒരു 5 സെക്കൻഡൊക്കെ നിങ്ങൾ നോക്കുക. കാരണം ഇത്ര ഒരു 5 സെക്കൻഡ് നിങ്ങളോട് പറയുന്നതിന് പിന്നിലെ കാര്യം, നിങ്ങൾക്ക് അത്രയെങ്കിലും ഒരു സെക്കൻഡ്, അത്രയെങ്കിലും ഒരു ടൈം കിട്ടിയെങ്കിൽ മാത്രമേ ഓരോ ഗിയറും നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് അത്രയും സെക്കൻഡിൻ്റെ ആവശ്യമില്ല. അതിന് മുന്നിൽ തന്നെ അവർക്ക് വളരെ വേഗത്തിൽ ക്വിക്കായിട്ട് ഓരോ ഗിയറും സ്ട്രെയിറ്റ് റോഡിൽ ഷിഫ്റ്റ് ചെയ്ത് വാഹനത്തിന് വേഗത കൊടുത്ത് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ 3 രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു റോഡിനെ നിങ്ങൾ 3 ആയിട്ട് തിരിക്കുക. സ്ട്രെയിറ്റ് റോഡ്, പിന്നെ ഉള്ളത് തിരക്കുള്ള റോഡ്, ആവറേജ് തിരക്കുള്ള റോഡ്. സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ നമുക്ക് ഓരോ 5 സെക്കൻഡ് അല്ലെങ്കിൽ 6 സെക്കൻഡ് ഇടവേള ടൈമിങ്ങിൽ നമുക്ക് മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓരോ ഗിയറും നമുക്ക് മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഇനി ആവറേജ് തിരക്കുള്ള ഒരു റോഡിലാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയർ വരെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. നല്ല തിരക്കുള്ള ഒരു റോഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. തിരക്കെല്ലാം ഒഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോ 5 സെക്കൻഡ് 6 സെക്കൻഡിനുള്ളിൽ ഓരോ ഗിയറും നമുക്ക് ടൈമിങ്ങിൽ ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിയുന്ന. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.